സിംഗപ്പൂർ മാർത്തോമ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി 2 കുടുംബങ്ങളുടെ തലയിൽ കൺവീനർ പട്ടം ചാർത്തിയപ്പോൾ നമ്മൾ മലയാളികളുടെ കുലത്തൊഴിലായ ഒളിഞ്ഞുനോട്ടം ഒരു സിനിമാറ്റിക് ദൃശ്യാവിഷ്കാരത്തോടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഒരു ഫാമിലി ക്യാമ്പും കൺവീനർമാരുടെ പെടാപ്പാടും. This is a very important disclaimer. The events and characters depicted in the story are not fictitious at all. Any resemblance to actual living people is intentional and not at all coincidental. Names have not been altered to protect the identities of those involved. Enjoy the show. എന്റെ വീട് ആലപ്പുഴ പൂമല. ഓ അത് ശരി. അപ്പൊ ഈ പൂമലയിൽ നിന്നുള്ള ആളെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ, എന്റെ വീട്ടിലെ നാട്ടിലത്തെ കാര്യമാണ്. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വരുന്ന ലെറ്റേഴ്സ് പോട്ടെ, ഈ ബില്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇതൊക്കെ ഈ പൂമലയിൽ കൂടെ കറങ്ങി തിരിഞ്ഞാ വരുന്നത്. അത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സമയം. അതൊക്കെ പോട്ടെ, ചേച്ചിയുടെ വീട് എവിടാ? ഓ എന്റെ വീട് പത്തനംതിട്ട പൂവൻമല. ഓ അത് പോട്ടെ. അതെ, കൊച്ചി ഫാമിലി ക്യാമ്പിന് വരുന്നില്ലേ? അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അതൊന്നും സാരമില്ല. അതെ, അവിടെ എത്തിക്കഴിയുമ്പോ നമ്മൾ പറഞ്ഞും കേട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും മെമ്പേഴ്സ് ആവില്ല. പിന്നെ ഇതാണ് എന്റെ മറ്റേ കൺവീനേഴ്സ് ഒക്കെ. ഇത് സൺഡ, ഇത് സൺഡയുടെ ഹസ്ബൻഡ് റിനോഷ്, പിന്നെ ഇതാണ് എന്റെ ഹസ്ബൻഡ് റുൻചൻ. അപ്പൊ പറഞ്ഞേ ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളും അത് ഒരു വഴിക്ക് അത് പോരാനിട്ട് ഇനിയിപ്പോ അവിടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അയ്യോ അതൊക്കെ നാട്ടില് നമ്മുടെ ഇവിടെ സിംഗപ്പൂർ ഫാമിലി ക്യാമ്പ് ഒക്കെ ഒരു സ്ട്രെസ് ബസ്റ്റർ അല്ലേ. പാപ ഒന്നും പറഞ്ഞ പറ്റത്തില്ല. അതെ, ഇപ്പൊ തന്നെ പാട്ടും ഡാൻസും പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. ഡാൻസ് പ്രാക്ടീസ് വെച്ച് വരും എല്ലാരും. ഇങ്ങനെയാണ് ചെയ്തോളൂ. ഓ എന്റെ കൊച്ചി, ഈ മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പ് ഒന്നും എനിക്കൊന്നും പറ്റത്തില്ല. ഒന്നാമത് കാല് ഉളുക്കി വീട്ടിലെ പണിയൊക്കെ പിന്നെ പോയി ചെയ്യണ്ടായോ? എന്റെ പൊണ്ണ് ചേച്ചി, ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഞാൻ എത്ര രാത്രി ഒളച്ച് ഈ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കിയാൻ നട്ടോ. കൊറേ നേരമായി. 1 2 3 4 ഇതൊക്കെ തലേ നിൽക്കണ്ടായോ? കുറച്ച് മുന്നേ പഠിപ്പിച്ച സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഈ മോഹിനിയാട്ടവും കഥകളിയൊക്കെ പഠിക്കുന്നതല്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ചേച്ചി അതൊക്കെ പിന്നെ അടുത്ത പ്രാവശ്യം. ഇപ്പൊ ഞാൻ ഇതൊന്ന് തീർത്തോളൂ ചേച്ചി. സ്റ്റെപ്പ് ഒരുപോലാണ്. അപ്പൊ പിന്നെ എന്റെ കൂടെ കഥകളി കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് അടുത്ത ഫാമിലി ക്യാമ്പിന് ഒരുമിച്ച് കഥകളി ഇങ്ങനെയാണ്. എന്റെ പൊന്ന് ചേച്ചി, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതായിട്ട്. ഇത് നമ്മൾ തീർക്കാം ഈ പ്രാവശ്യം. പിന്നെ അടുത്ത പ്രാവശ്യം. ഓക്കെ? ഇതൊക്കെ ഭയങ്കര കൂടുതലല്ല, ഇതൊന്നും പറ്റൂല. അയ്യോ ഒന്നുമില്ല, കൊച്ചു കണ്ടതല്ലേ. നമ്മളെ കൊണ്ട് പറ്റൂടെ നിസ്സാരം. നമ്മള് ഫൈനൽ ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രാക്ടീസ് ഉണ്ട്. എല്ലാവരും പൊസിഷൻ പ്ലീസ്. ഓക്കെ?
നിസ്സാരം ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്കു മൂക്കുത്തി കല്ലു മിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലി കിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലു കിണുങ്ങി ഇനിയും വരാത്തതെത്തി എൻ തുമ്പി നീ അരികിൽ വരാത്തതെത്തി ഇനിയും വരാത്തതെത്തി എൻ തുമ്പി നീ അരികിൽ വരാത്തതെത്തി ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതല്ലേ എന്തുമ്പി നീ അരികിൽ വരാത്തതല്ലേ ആ ഇനിയും വരാത്തതല്ലേ എന്തുമ്പി നീ അരികിൽ വരാത്തതല്ലേ ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്കു മൂക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതല്ലേ എന്തുമ്പി നീ അരികിൽ വരാത്തതല്ലേ ഇനിയും വരാത്തതല്ലേ എന്തുമ്പി നീ അരികിൽ വരാത്തതല്ലേ रख दूं सजा के तुझे सीने से लगा के आजा गले लग जा ख्वाब बना के तुझे दिल में छुपा के रखूं मेरे पास आ तू मुलाकातों में काली रातों में बातों ही बातों में दिल दे दिया तेरी बातों में समझा जिया बैठे ही बैठे मैंने दिल खो दिया तेरी बातों में समझा जिया बैठे ही बैठे मैंने दिल खो दिया इश्क में दिल बना है इश्क में दिल फना है ओ मिटा दे या बना दे मैंने तुझको चुना है ओ तेरे सारे रंग ओढ़ के ढंग ओढ़ के तेरा हुआ मैं सबको छोड़ के इश्क नहीं करना नाप तोल के
പെൻസിയും കൊണ്ട് ഒരു രക്ഷയില്ല. ക്ഷീണിച്ച് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. അതുമല്ല കൊച്ചമ്മയുടെ കൈ കണ്ടില്ലേ, നഖം കണ്ടില്ലേ, എന്ത് ഭംഗിയാ. ഞാൻ ഇന്ന് ശരിയാക്കിയിട്ടേ ഉള്ളൂ. റിനോഷ് ഇത് എങ്ങോട്ടാ? എടി പള്ളി ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, പിന്നെ മുടിയൊന്നും ശരിയാക്കണം. നീ അജിബുവിന്റെ മുടി കണ്ടില്ല, അടിപൊളി. അത് ശരി, കഴിഞ്ഞ ആഴ്ചയല്ലേ മുടി സെറ്റാക്കാനെന്ന് പറഞ്ഞു പോയിട്ടും പിന്നിക്കൊണ്ട് വന്നത്. ഇങ്ങ് വാ, ഞാൻ പിന്നി തരാലോ. നീ ആദ്യം നിന്റെ മുടിയൊന്നും ശരിയാക്കുക. ഫാമിലി ക്യാമ്പൊക്കെ വരിക. അപ്പൊ ഏരിയ പ്രേം മീറ്റിങ്ങോ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ പിള്ളേരും കൂടെ പോയിട്ടോ. ബെസ്റ്റ്. അവനാണെങ്കിൽ രാവിലെ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ് പോയതാ. പെണ്ണാണെങ്കിൽ പ്രൊജക്ട് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ. ആരും കൊച്ചവനാണെങ്കിൽ കളിക്കാൻ പോയോട്ട് തിരിച്ചു വരത്തേ ഇല്ല. എന്നാലും എന്റെ കർത്താവേ, എന്റെ അപ്പന് പറ്റിയൊരു അമ്മിളി. ചെക്കനങ്ങ് പൂവമ്മയിലെ സെൻട്രൽ സെക്രട്ടറി, യൂത്ത് സെക്രട്ടറി, നാട്ടിലെ ഏത് ആവശ്യത്തിനും യൂത്തും ചെക്കനും ഫ്രണ്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. അതുമല്ല ഞായറാഴ്ച മിനിമം 3 പ്രാർത്ഥന, അത് കൂടുന്നു. ഇപ്പൊ പള്ളിയും വേണ്ട, പട്ടക്കാരനും ഉണ്ടാവും. എടി അതൊക്കെ സത്യടി. പൂവന്മല പള്ളിയുടെ കാര്യം തന്നെ വേറെ ഒന്ന്. അവിടെ നിൽക്കുമ്പോ ചുറ്റുവട്ടം മൊത്തം കാട്. എന്നാ തണുപ്പെന്നറിയോ, ഒരു എയർകോണും വേണ്ട. പിന്നെ പള്ളിയിലും നാട്ടിലേത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് നിൽക്കും. നാണുണ്ട് മനുഷ്യ നിങ്ങക്ക്. അത് പിന്നെ എടി പ്രായം കൂടും ഈ തൊലിക്കട്ടി കൂടുന്നല്ലേ പറയുന്നേ. പിന്നെ ഞാൻ മാത്രമല്ല ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. എന്റെ കൂടെ നിൽക്കുന്നത് ജേക്കബും ഉണ്ട്, ഐബിയും ഉണ്ട്. എന്നാലും എന്റെ റിനോഷ് ഇത് ശരിയായില്ല കേട്ടോ. നീ എന്തോ ഈ പറയുന്നേ? ഇത് പണ്ടൊക്കെ അപ്പന്റെ പട്ടാളച്ചിട്ടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുണ്ടായിരുന്ന ഉദ്ദേശം മാത്രമായിരുന്നു അന്ന് കേട്ടോ. എടി ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് ഇതുപോലൊക്കെ പിടിച്ചു നിൽക്കുന്നതിന്റെ സീക്രട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് എന്തായിരുന്നു നിങ്ങളുടെ എന്റർടൈൻമെന്റ് രഹസ്യം. എന്തോന്നടി? അവളുടെ പേര് ഞാൻ തന്നെ പറയണം അല്ലേ? നീ ഉദ്ദേശിക്കുന്ന അന്നയല്ലേ? മായ അന്നക്കുട്ടി. തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു. മതി മതി, അവളുടെ കൂടെ അങ്ങ് പോവണ്ട, ഇങ്ങോട്ട് വന്നേ. അവൾ അങ്ങ് ഭർത്താവും 2 കുട്ടികളായിട്ട് കാലിഫോർണിയയിൽ സുഖമായിട്ട് കഴിഞ്ഞു പോകും. വെറുതെ നമ്മൾ അവളെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചഴിക്കുന്നത്. സുഖമായിട്ട് കഴിയട്ടെന്നേ അവളോട്.
അവൾ അവിടെ സുഖമാണോ അല്ലാണ്ടാണോ എന്ന് നിങ്ങൾക്ക് അപ്പൊ നന്നായിട്ട് അറിയാം. ഞാൻ സുഖമാണോ എന്ന് എത്ര നാളായി ഒന്ന് ചോദിച്ചിട്ട്? 19 വർഷമായി. അറിയാവോ? സുഖമൊരു ബിന്ദു. അതേത് ബിന്ദു? ഓ, എന്റെ അമ്മായിയുടെ മോള്. അതെ, ഞാൻ റൂണിഷായനെ ഒന്ന് വിളിക്കട്ടെ, പുള്ളി ഇറങ്ങിയോ? ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പിന്തുണമാകും ജീവിതം, അതു ജീവിതം. ഇതുവരെ തേച്ചു കഴിഞ്ഞില്ലേ? ഞാനിത് തേച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഓരോന്ന് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടങ്ങിയ പിന്നെ നിർത്തത്തെ. ഇന്ന് വൈകുന്നേരം നമുക്ക് മീറ്റിംഗ് ഉള്ള പോകേണ്ടതാട്ടോ. ഇത് മുഴുവൻ ചുരുണ്ടിരിക്കുന്നത്, എപ്പോ തീർച്ച് നിർത്താൻ? ഹലോ ഹലോ, റിനോഷ. ഇല്ലല്ലോ ഏട്ടാ, ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഇത്തിരി അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ചെയ്തുകൊണ്ട് പോകും. പ്രസന്റേഷൻ ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഈ പണിയൊന്നും കഴിയാതെ അവൾ എന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നാളെ പ്രസന്റേഷൻ ഉള്ള ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ ഇറങ്ങാം. ഓക്കെ, ശരി. റൈറ്റ്. നീ എന്നെ റൂൺ വിളിച്ചിട്ട് ലൈഫ് റൂയിനാക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫുട്ബോൾ പ്ലെയർ മെസ്സിയൊക്കെ എപ്പോഴേ പേര് മാറ്റിയത്. നിങ്ങൾക്ക് അറിയൂടെ അവരുടെ വൈഫിന്റെ ഭാര്യയുടെ പേരെന്തോ? അന്റോണല്ലേ ഉണ്ടല്ലോ. ആ മെസ്സി വിളിക്കുന്നത് എന്താണെന്നറിയോ? മെസ്. അറിയാമോ? അത് ശരി. അതെ, ആ വെള്ളം എടുത്തു തരാമോ? വെള്ളോ? നിനക്ക് അടുക്കളയിൽ പോയി എടുത്തൂടെ? അതെന്താന്ന് അറിഞ്ഞൂടെ? എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. എടുത്താന്നേ. വേണ്ട, ഇത് തൽക്കാലം വെള്ളം കുടിക്കില്ല. എടുത്താന്നേ. അവിടെ വരെ പോയി എടുക്കണ്ടേ? ഇത് കണ്ടോ? ഇതെങ്ങനെയുണ്ട്? നല്ല ഡ്രസ് അല്ലേ? ഈ അലമാരിക്കുള്ള ഡ്രസ് ഇല്ലാത്തതുകൊണ്ടാണ് നീ ഓൺലൈൻ മേടിക്കേണ്ടത്. അത് നമ്മുടെ ഫാമിലി ക്യാമ്പ് ഒക്കെ തുടങ്ങിയല്ലേ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണ്ടേ? അതിന് വേണ്ടിട്ടാ. കൊള്ളാല്ലേ എന്റെ സെലക്ഷൻ? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്റെ സെലക്ഷൻ ശരിയില്ല. അത് ശരിയാ, അതെന്നോട് പലരും പറഞ്ഞായിരുന്നു. 26 വർഷം മുമ്പേ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞതാ. ഓ, ഈ സെലക്ഷൻ ഒട്ടും കൊള്ളത്തില്ല. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവർക്കും ഞാൻ ഐസ്ക്രീം കൊടുത്തു. ഞാൻ സോഫ്റ്റ് ആയിരുന്നു. അതെ, നിങ്ങള് പുറത്ത് മറ്റുള്ളവർക്ക് അതായത് പുറത്തെല്ലാവരുടെ അടുത്തും സോഫ്റ്റ്. പക്ഷെ നിങ്ങൾ എനിക്ക് ഇതുവരെ നിങ്ങൾ എനിക്കൊരു ഡയമണ്ട് പോലും മേടിച്ചു അതേ, നിങ്ങള് പതപ്പിക്കാന് സോപ്പ് ഇടാനൊക്കെ വളരെ പിടിക്കാം. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ക്യാമ്പിന്റെ രജിസ്ട്രേഷനും ഗൂഗിൾ ഫോമും എൻക്വയറീസും ഒക്കെ ആയിട്ട് തലവേദന എടുത്തിട്ടിരിക്കാം. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ കറിയും എടുത്തും തരാം. ഓക്കെ, നേരത്തെ ആയിരുന്നു. നീ ഇതൊക്കെ മതി.
അതെ എനിക്ക് ഈവൻ മഴ ഭയങ്കര ഈ ഡ്രസ് തേച്ച് നോക്കാന്നുള്ളത് ഇത് തന്നെയാണ്. പോരെ ബാജി ബാബു വിളിച്ചായിരിക്കും നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു. നമ്മുടെ എന്റർടൈൻമെന്റ് കൺവീനർ ഇവിടെ ഇതുവരെ വന്നില്ലല്ലോ. ഒന്നും പറയണ്ട, ഞാൻ വരുന്നതിന് മുമ്പ് വിളിച്ചതാണ്. തന്നെ എത്തും. അത് മാത്രമല്ല നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ ഫാമിലി ക്യാമ്പ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് പുള്ളിക്കാരൻ അതുകൊണ്ട് യുഎസ് പോയി. പുള്ളി എന്താ അടിച്ചത്? പുള്ളിക്ക് ഫസ്റ്റ് പ്രൈസ് ചുമ്മാ കിട്ടിയ ഗോളിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തരീനും കൂടെ വന്നിട്ട് നമുക്കെന്നാ തുടങ്ങാം അല്ലേ? ആ ഡിസ്കഷൻ ഒന്ന് തുടങ്ങായിരുന്നു. അതെ അതെ സാർ ഇതാ ചെക്ക് ലിസ്റ്റ് ഒന്ന് എടുക്കാം. ഫസ്റ്റ് സ്പീക്കർ അല്ലേ? സ്പീക്കറോ? അതൊക്കെ റിസോർട്ട് വരെ എപ്പോഴേ അറേഞ്ച് ചെയ്തു. അതന്നെ ഈ സ്പീക്കറും പ്രൊജക്ടറും ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരൊക്കെയാ. സ്പീക്കറിന്റെ കാര്യമല്ല പറയുന്നത്, പിന്നെന്താ? അവര് നമ്മുടെ ബാങ്കിന്റെ ലീഡേഴ്സിന്റെ കാര്യം പറയാം. നമ്മുടെ ചെറിയ സാധനം ഓ അതാണോ? സമയം പോവാണല്ലോ. അതിനെ കാണുന്നത് തനിയും പറ്റും. ആരാധകരെ ശാന്തരാകൂ, ശാന്തരാകൂ. എന്താ ഫുള്ളൊരു ഇരുട്ട്? പവർ കട്ട് വല്ലാണോ? സോറി കേട്ടോ, കഷ്ടം. അങ്ങ് അമേരിക്കയിലെ സോറി. എത്ര തവണ എന്താ ഈ ഫോൺ അത്യാവശ്യത്തിന് വിളിച്ചതല്ലേ? അച്ഛൻ വെള്ളം കുടിക്കട്ടെ. എന്താന്ന് വെച്ചാല് ആകെ ഫുൾ കൺഫ്യൂഷനാണ്. എൻ്റെ റോഡിച്ച ജെറ്റ് ലാഗ് ഒക്കെ ആയിട്ട് വന്ന് അങ്ങോട്ടൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് വന്നപ്പോഴാ, ഒന്ന് ഉറക്കം പിടിച്ചപ്പോഴാ നിങ്ങളുടെ വിളി. എന്തിനാ വിളിച്ചത്? വിളിച്ചെന്താ വെച്ചാല് നമ്മുടെ ക്യാമ്പിന്റെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. ഈ ഫുഡിന്റെ കാര്യം വന്നപ്പോ ഭയങ്കര കൺഫ്യൂഷൻ. അതൊന്ന് വിളിച്ച് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചാ വിളിച്ചത്. അത് ശരി. തിരിച്ചു വിളിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കോണ്ടിനെന്റിന് മതി. അതാവുമ്പോ പിള്ളേർക്ക് ടെൻഷൻ ഇല്ലേ? എൻ്റെ സന്നിധ കോണ്ടിനെന്റിൽ നിന്ന് പറയരുത് ദയവ് ചെയ്ത്. കഴിച്ച് 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 മടുത്ത്. എനിക്കാണെങ്കിൽ ഒരു മിനിമം ഇഡലിയും ചില ചമ്മന്തിയും ഒരു ഓംലേറ്റ് അത് മസ്റ്റാ. ഇതെന്ത് വല്ല കല്യാണം ആവുസ്വാമി? ഇഡലിയും സാമ്പാറും കഴിക്കാൻ ഇഡലി സാമ്പാറൊന്നും വേണ്ട, നമുക്ക് മലി ഡിഷസ് ഒപ്പീനിയൻ. ഈ മീഗോരാണ് നാസിനെക്കാട്ടൊക്കെ നല്ലത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാർ ഒരു ഉഴുന്നുവടയും കൊടുത്താൽ സൂപ്പർ. എന്റെ റോണിജൻ, ഇപ്പൊ എല്ലാവർക്കും കൊളസ്ട്രോളും ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്. നമുക്ക് ഈ ആൾക്കാരെല്ലാം ഡയറ്റിംഗ് ഉണ്ട്. ഫുഡ് ലൈറ്റ് ആയിട്ട് മതി നമുക്ക്. ഡയറ്റിംഗ് ഒക്കെ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വേണ്ട. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർക്ക് രാത്രി ഡിന്നറിനല്ല. എന്റെ മോനെ ഇന്ന് സ്പെഷ്യൽ അല്ലേ? പൊട്ടും ചാളയും ഉണ്ടാക്കാൻ പോകുന്ന ആരാന്നറിയോ? നമ്മുടെ ക്യാപ്റ്റൻ കുക്ക്. ചാള മുളകിട്ടതായിരിക്കും അല്ലേ? ആ ഉറപ്പായിട്ടും. അല്ല, ചാള ഇങ്ങനെ ചരച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ്
കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ നന്നായി ഇങ്ങനെ അരച്ചരച്ചരച്ചരച്ച് ഓ രണ്ട് കടായിട്ട് ചൂടുള്ള എണ്ണയ്ക്കകത്ത് അയ്യോ ഇതെന്തല്ല കുക്കിംഗ് കോമ്പറ്റീഷനോ? നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ആ ബാക്കി കാര്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഷർട്ട് മറ്റേ അയൺമാൻ ഷർട്ട് മറ്റേ അവനുണ്ടല്ലോ റോണി, അവന് ഈ ഏരിയയിൽ അടുപ്പിക്കരുത്. അവൻ മറ്റേ ചാടണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. അത് ഒരു പരിപാടി ഇല്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ലേഡീസ് കഴിഞ്ഞ വർഷം മുതൽ ചലഞ്ചസ് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ എന്തും തീരും. അത് ശരിയാണ്. നമുക്ക് പിന്നെ ബൈബിൾ സ്റ്റഡിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി വളരെ ബോണ്ടിങ്. ഇങ്ങനെ പോയ എന്റെ റൂണിച്ച അറിയാ, നമുക്കൊരു പുരുഷ സംഘം തുടങ്ങണം. പിന്നല്ല എന്നിട്ട് വേണമെന്നില്ല എവറസ്റ്റിലും ഹിമാലയത്തിലും പോയാൽ എപ്പോഴും ഹെലികോപ്റ്റർ വരണമെന്നില്ല. ഓ പിന്നെ ചങ്ക് എന്ന് വിളിച്ചാല് കേൾക്കാത്ത ദൈവമുണ്ട് എന്തായാലും. അതല്ല നമ്മുടെ ടീമാണ്. അതാണ് നമ്മുടെ തീം. അതാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലൈഫിലെ എന്ത് ചലഞ്ചസും നമുക്ക് കറക്റ്റ്. Sailing through life challenges with hope and and purpose. purpose. Thank you.